ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ നമ്മൾ ഇനിയിപ്പോൾ ഡിസംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ എല്ലാ ആളുകൾക്കും പൂവൻ കോഴികളെ ആവശ്യമായി വരുന്നൊരു അതുണ്ട്. പല കാര്യങ്ങൾക്കായിട്ട് ഉത്സവങ്ങളുടെ കാര്യങ്ങൾക്കും എല്ലാം തന്നെ പൂവൻ കോഴികൾ ആവശ്യമായിട്ട് വരലുണ്ട്. അപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ട് തന്നെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്ന കോഴികളാണ്, മൊത്തം പൂവൻ കോഴികളാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 മാസം കഴിഞ്ഞിട്ടുള്ള കോഴികളാണ്. ഏകദേശം 5-5.5 മാസം ആകുമ്പോഴത്തേന് ഒരു 1.5 കിലോനോളം വെയിറ്റ് കിട്ടുകയും ചെയ്യും ഇവർ. അപ്പോൾ ഇവരെ മാത്രമായിട്ട് ഇങ്ങനെ വളർത്തി കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു സോനാലി കോഴികളാണ്. ഫയോമി നാടൻ മിക്സ്ഡായിട്ടുള്ള കോഴികളാണ്. ഒറിജിനൽ തനി നാടൻ രൂപത്തിലാണ് വലുതായി കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവർ. അപ്പോൾ ഇവയുടെ പിടക്കോഴികളും പൂവൻകോഴി എല്ലാം നമ്മൾ സെയിലുണ്ട്. കോട്ടത്തറ ഫാമിൽ കൃത്യമായിട്ട് സെയിൽ ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള കോഴികൾക്ക് നമ്മളിവിടെ റേറ്റ് 300 രൂപ റേറ്റിലാണ് നമ്മൾ വിൽക്കാറ്. 10 എടുക്കുന്ന സമയത്ത് 270, 2700 രൂപ റേറ്റിൽ കൊടുക്കാറുണ്ട്. ഇതിന് നേരെ ചെറുത് ഏകദേശം ഒരു 2 മാസത്തോളം ആയിട്ടുള്ളത് 2200 ആ റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കോഴി വളർത്തൽ കൃത്യമായിട്ട് വിപണി കണ്ടെത്തിയിട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. മാക്സിമം നമ്മൾ പുല്ലുകൾ, പിന്നെ പച്ചക്കറി വേസ്റ്റ്, തവിട്, ഇത്തരത്തിലുള്ള എല്ലാം തന്നെ അരച്ച് ക്ലിയറായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ചയും കിട്ടും. മീൻ വേസ്റ്റ്, അതുപോലെ ചിക്കൻ്റെ കുടൽ, ചിക്കൻ വേസ്റ്റ് വരുന്നത്, ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കടയിൽ നിന്നും അതുപോലെ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ വാങ്ങിച്ച് കൃത്യമായിട്ടൊരു സെക്കൻഡ് ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അരച്ച് ക്ലിയറാക്കി തവിട്, പിന്നെ ബ്രോയിലർ ഫിനിഷർ, ഇതെല്ലാം കൂടി മിക്സായി കൊടുത്താൽ നല്ല വളർച്ചയും കിട്ടും, നല്ല ഹെൽത്തി ആയി മാറുകയും ചെയ്യും ഇവർ. പിടക്കോഴികളാണെങ്കിൽ ഒരു വർഷത്തിൽ ഏകദേശം 240ഓളം മുട്ട ലഭിക്കുന്ന രീതിയിലുള്ള കോഴികളാണ്. അപ്പോൾ മുട്ട ഉൽപ്പാദനത്തിന് വേണമെങ്കിലും ഇത്തരത്തിലുള്ള പിടക്കോഴികളെ നിർത്താം. നാടൻ കോഴിയുടെ മുട്ട പോലെ തന്നെയാണ് ഇവരുടെ മുട്ട. നല്ല ഹെൽത്തി കോഴികളാണ്. വിപണിയിൽ 12 രൂപ വരെ മുട്ടയും കിട്ടുന്നുണ്ട് റീറ്റെയിലായിട്ട്. നമ്മളെപ്പോഴും കോഴിക്കോടും പരിസരമൊക്കെ അതുപോലെ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. എന്ന് വെച്ചാൽ ഡെയിലി നമ്മളൊന്ന് അടിച്ച് വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് അസുഖം വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ സംശയം ഉണ്ടെങ്കിലും വളർത്തുന്ന രീതിയിൽ ഇത്രയും കാലത്തെ പരിചയത്തിൻ്റെ ഇടയിൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യാം. ഇതുവരെ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മാക്സിമം നമുക്ക് സപ്പോർട്ട് തരാം.
ഇത്തരത്തിലുള്ള കോഴികൾ ആവശ്യമുണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഇവിടെ ചേർക്കുന്നുണ്ട്. കോട്ടത്തറ ഫാം ആൻഡ് നഴ്സറി, പൊന്നാനി. താങ്ക് യു.